ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മളൊരു ഓണത്തിൻ്റെ വ്ളോഗായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓണത്തിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ത്രില്ലോണം എന്നാണ് നമ്മുടെ ഓണത്തിൻ്റെ പേര്. അപ്പോൾ രാവിലെ തന്നെ ഒരുപാട് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഓണപ്പൂക്കളം ഇടാൻ വേണ്ടിയിട്ടുള്ള പൂക്കളെടുത്ത് പോകുന്നതും ഒക്കെയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഇവിടെയാണ് നമ്മൾ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. തലേന്ന് തന്നെ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സാരിയൊക്കെ ആയിരുന്നു എല്ലാവരും കോസ്റ്റ്യൂംസ്. അപ്പോൾ സാരിയൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തന്നതാണ്. പിന്നെ പൂക്കളിടാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് പൂവ് കട്ട് ചെയ്യുന്നുണ്ട്, വേറൊരു ഭാഗത്ത് പൂവ് ഇടുന്നുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു കേട്ടോ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ നടക്കും എന്തൊക്കെ നടക്കില്ല എന്നൊക്കെ നമുക്ക് അറിയാം കേട്ടോ. അപ്പോൾ ഓറഞ്ച് മല്ലിക അവിടെ ചെരിഞ്ഞിട്ടുണ്ട്, മഞ്ഞ മല്ലിക വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ വെള്ള ജമന്തി. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പൂക്കളം ഒരുക്കലാണ്. ഇപ്രാവശ്യം നമുക്ക് കോമ്പറ്റീഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒറ്റ പൂക്കളം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ പൂക്കളിടാൻ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു പിക്ചർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ തന്നെ വരച്ച് വെച്ചതായിരുന്നു. ഇനി നമുക്ക് പൂക്കൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. പേഴ്സണലി ഈ ഒരു ജമന്തി പൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ഭംഗിയില്ലെല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് കാണാൻ. എന്നെപ്പോലെ ആർക്കെങ്കിലും ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റൊക്കെ ഇട്ടോളൂ കേട്ടോ. പിന്നെ എല്ലാവരും ഇവിടെ പൂക്കൾസൊക്കെ കട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ എല്ലാ ഭാഗത്തും ക്യാമറയൊക്കെ ഒന്ന് ഓടിക്കണ്ടേ എന്നുള്ള നിലയ്ക്ക് കുറച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് മാറുന്നതാണ് കേട്ടോ. പൂക്കളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെ പഴയ സ്കൂളുകാരും ഒക്കെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. പണ്ട് സ്കൂളിലായാലും എല്ലാ ക്ലാസ്സുകളും തമ്മിലുള്ള മത്സരവും കാര്യങ്ങളൊക്കെ അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂക്കളം ഒന്നുകൂടെ ബെറ്റർ ആവണം എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും അതിലേക്ക് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഓർമ്മയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ മല്ലികപ്പൂവ് അരിയുന്നതിനെക്കാട്ടി സുഖം ജമന്തിപ്പൂവ് പിച്ചുന്നതാണ്. കാരണം ഇത് നമുക്ക് കത്തിയും കത്രിക ഒന്നും യൂസ് ചെയ്യണ്ടല്ലോ, ജസ്റ്റ് ഇങ്ങനെ പിച്ചിട്ടാൽ മതി. അപ്പോൾ കുറച്ച് സമയം ജമന്തിയൊക്കെ ഒന്ന് ഇങ്ങനെ പിച്ചിട്ട് കൊടുത്തിട്ടോ. പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ പൂക്കളം ഇവിടെ റെഡി ആക്കുന്നുമുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു. ഈ ഒരു പച്ച പൂക്കളം നമ്മൾ ഫില്ല് ചെയ്തത് ഈ പച്ചിലുണ്ടല്ലോ, അതായത് മാവിൻ്റെ പച്ചില, അത് നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചതാട്ടോ. അങ്ങനെ കൊണ്ടുവന്നതായിരുന്നു. പിന്നെ കുറേ ഗ്യാപ്പ് ഇട്ടണല്ലോ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരൊക്കെ ഇങ്ങനെ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് വീഡിയോയും കിട്ടുമോ കിട്ടൂലേ എന്നുള്ളതൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുന്ന വീഡിയോ ഒക്കെ ഓരോരുത്തർ ചെയ്തുകൊണ്ടിന്ന് പറഞ്ഞിട്ട് ഫോണൊക്കെ കൊടുത്തു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഷേക്ക് ആയിട്ടും അതേപോലെ അവിടെയും ഇവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെയെന്നാണല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഞാനൊരു വീഡിയോ ആക്കി ഇട്ടുന്നുള്ളൂ. വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പം ഞാൻ അടുത്ത കൊല്ലമാവും എഡിറ്റ് ചെയ്ത് വിടാനെന്നൊക്കെ കേട്ടോ. സത്യം പറഞ്ഞ പോലെ തന്നെ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ഒരു മൈൻഡ് ഉണ്ടാവും കേട്ടോ. പിന്നെ വീട്ടിലെത്തുമ്പോൾ പിന്നെ ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര മടിയായതുകൊണ്ട് തന്നെ അതിന് ഇടണോ ഇടണ്ടേ എന്നുള്ള സംശയത്തിലൊക്കെ നിൽക്കിയിരുന്നു. പിന്നെ വേണം കേട്ടോ നമ്മുടെ മാവേലി. അപ്പോൾ മാവേലിൻ്റെ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയിൽ നമ്മുടെ സ്റ്റുഡൻസ് കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, ലാബിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. മൊത്തത്തിൽ നമ്മൾ പല പ്രോഗ്രാംസാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ചിലതൊക്കെ നമുക്ക് നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഉള്ളിടത്തോളം നമ്മൾ കഴിയുന്നതും വീഡിയോസ് ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം കഴിയുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ആസിയ മിസ്സും സാറും കൂടെ അവിടെ രാവിലെ നമുക്കൊരു ചെറിയൊരു റാലി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാനറും സംഭവങ്ങളൊക്കെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ പൂക്കളം ഇട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ പൂക്കളം സെറ്റായ പാടന്നെ നമ്മളെന്ത് ചെയ്തു, സ്റ്റാഫുകളെല്ലാവരും കൂടെ ഒരു ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിന് മുന്നിൽ പോസ്റ്റൊക്കെ ചെയ്തിട്ട് നിൽക്കുക കേട്ടോ. ഫോട്ടോഗ്രാഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നതായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാൻ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് റാലിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് TTC സ്റ്റുഡൻസാണ് ഇവരൊക്കെ അതിൻ്റെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. TTCൻ്റെ മിസ്സാണ് കേട്ടോ, രജിത മിസ്സാണ് അവരെ കൂടെ ഉള്ളത്. പിന്നെ നമ്മൾ താഴെ വന്നപ്പോൾ അവർ ഫുള്ള് കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മളൊരു റീൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം. അപ്പോൾ അതിൻ്റെ ബാക്കി ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ നമ്മൾ പോയതാണ്. പിന്നെ സമയം കാര്യങ്ങളൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നമുക്ക് ചെയ്യാം, പിന്നെ നമുക്ക് ടൈം കിട്ടൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പുലിയൊക്കെ ഉണ്ട്, പുലിക്കളി ടീംസൊക്കെ അവരെ കൂടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്തു. മാവേലി ഇവിടെ റെഡി ആവുന്നുള്ളൂ. പിന്നെ മാവേലിൻ്റെ കൂടെ നിന്നിട്ട് ടീച്ചേഴ്സും സ്റ്റുഡൻസൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മാത്സിൻ്റെ ത്രില്ലോണം 2K25 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു റാലിയോട് കൂടെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവേലിയൊക്കെ റെഡിയായി താഴേക്ക് പോകുന്നുണ്ട്. താഴെ എല്ലാ സ്റ്റുഡൻസും സ്റ്റാഫുകളും ഒക്കെ താഴെ ഇറങ്ങിയിട്ട് നമ്മുടെ റാലിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുക കേട്ടോ. പുലിക്കളി ടീംസ് അതേപോലെ തന്നെ
കൊട്ട് മേളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോട്ടക്കൽ സ്റ്റാൻഡിൻ്റെ ബാക്കിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്, മാത്സ് അക്കാദമി. അപ്പോൾ നമ്മുടെ സെൻറ്ററിൻ്റെ താഴെ നിന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു റാലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഒരു ഓണാഘോഷ റാലി കറക്റ്റ് 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റുഡൻസ് ആയിക്കോട്ടെ ബാക്കിയുള്ളവരെയൊക്കെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചിലേറെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ. റാലി ഇവിടെ താഴെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഹാളിലാണ് ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ മുകൾക്ക് തന്നെ കയറി പോവാണ് കേട്ടോ. നമ്മൾ വിചാരിച്ചിലേറെ സംഭവം സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റുഡൻസ്. അപ്പോൾ ഇനിയിപ്പോൾ ഹാളിലെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ കുട്ടികൾ അവിടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് മാവേലിൻ്റെ കൂടെ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് സ്റ്റുഡൻസിൻ്റെ ഡാൻസ്, പാട്ട്, അതേപോലെ തന്നെ ഓണത്തിനെ സംബന്ധിച്ചുള്ള തിരുവാതിര, അങ്ങനെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നടക്കാനുള്ളത്. അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ നമ്മുടെ രജിത മിസ് നമ്മുടെ തിരുവാതിര ടീംസിനെയൊക്കെ വേദിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരുവാതിര ടീംസൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ ഞാൻ സോങ് ഒക്കെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അതുകൊണ്ട് തന്നെ സോങ്സ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, കാരണം നമ്മുടെ ഒരു പ്രോഗ്രാംസും കാര്യങ്ങളും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കഴിയുന്നതും എല്ലാ ഷോർട്സും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ആ ലാസ്റ്റ് വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ പിന്നെ തിരുവാതിര കഴിഞ്ഞ ഉടനെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഒരു ഓണപ്പാട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സോങ്ങാണ് നമുക്ക് നെക്സ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് വേങ്ങര ടീംസിൻ്റെ ഒരു അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ നെക്സ്റ്റ് ഉണ്ടായിരുന്നത്. നമുക്ക് മ്യൂസിക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഡാൻസ് ജസ്റ്റ് ഇങ്ങനെ കാണാനല്ലേ പറ്റുള്ളൂ. പക്ഷെ നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമുക്ക് മ്യൂസിക് റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കളികൾ മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ സോങ് കൂടെ വരുമ്പോഴല്ലേ എത്രത്തോളം രസമുണ്ടെന്ന് അറിയുള്ളൂ. ഇവിടെ കണ്ടില്ലേ സ്റ്റുഡൻസും ടീച്ചേഴ്സൊക്കെ ഇവിടെ ചാടി കേൾക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം ഈ ഒരു ഡാൻസിൻ്റെ സോങ്ങും പവറും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടായിരുന്നുള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേങ്ങര ടീംസിൻ്റെ ഡാൻസ് ആയിരുന്നു, ടി സ്റ്റുഡൻസിൻ്റെ. അവരുടെ ഡാൻസ് ഒന്നൊന്നിനെ മെച്ചം തന്നെ പറയാം. അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റുഡൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കോട്ടക്കലിലെ സ്റ്റുഡൻസിൻ്റെ ആയിരുന്നു ഒരു ഡാൻസ് കൂടെ. അവരും നല്ല തീർപ്പനായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ക്യാമറമാനായിട്ടുള്ള ഫാഹിമ് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഷഫ്നൻ്റെ ഫോണിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുമോ എന്താണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ ഓണത്തിൻ്റെ വെക്കേഷൻ ആയതുകൊണ്ട് 4 ദിവസം നമുക്ക് ലീവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു വെക്കേഷനിൽ എഡിറ്റ് ചെയ്തോന്ന് പറഞ്ഞിട്ട് ഓളം നമുക്ക് ഇതൊക്കെ യോജിപ്പിച്ച് വിട്ടുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ പെർഫെക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് വീഡിയോക്ക്. കാരണം ഞാൻ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. പിന്നെ ഇതാ സ്റ്റുഡൻസ് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫാഹിമ് ഇതാ ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കലും ഒക്കെ കൂടെ ആയിരുന്നു കേട്ടോ. നമുക്ക് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇവിടെ കയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് സദ്യ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ട് ഇട്ടതാണ്, ഭയങ്കര ലാഗാക്കിയിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാത്സിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് പോയിട്ട് നോക്കിയാൽ മതി. മാത്സ് എഡ്യൂക്കേഷൻ അക്കാദമി കോട്ടക്കൽ എന്നുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ മാത്സിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ വേഗം പോയിട്ട് ഫോളോ ഒക്കെ ചെയ്യുക.
അപ്പോൾ നമുക്ക് ഇനി വരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇത് അവസാനം ഇതാ വേങ്ങര ടീംസ് എല്ലാവരും കൂടെ നിന്നിട്ടൊരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇനിയാണ് കേട്ടോ നമ്മുടെ നെക്സ്റ്റ് പരിപാടി വരുന്നത്, അതായത് സദ്യ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹോളും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ അടിച്ചാരി വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫാഹിമും ഇതാ അവിടെ ഒക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഒരു ഭാഗത്ത് ഇതാ നമ്മൾ പേപ്പേഴ്സൊക്കെ ഇട്ടിട്ട് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഷിഫാന മിസ്സിൻ്റെ കുട്ടിയും അതേപോലെ തന്നെ ഷഫ്നേൻ്റെ മോനോട് കേട്ടോ അവിടെ നോക്കി നിൽക്കുന്നത്. അവരിപ്പോൾ ഇതെന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് ടീംസ് ഇത് അവിടെ നോക്കി നിന്ന് സഹായിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോസൊക്കെ എടുക്കുന്നത് അറിയാത്ത പോലെ നിൽക്കുകയാണോ അതോ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നിൽക്കുകയാണോ എന്നൊന്നും അറിയില്ല. ഒക്കെ അതാ അറിയാത്ത മട്ടത്തിലൊക്കെ നിന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ സദ്യ വിളമ്പലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ ഓണപ്പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഒരു റൂമിലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഹോളിൽ നമ്മുടെ ഇലക്കെ ഇടുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസും എല്ലാവരും കൂടെ കൂടിയിട്ടായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ഫുഡ് ഡേക്കലും കാര്യങ്ങളൊക്കെ അവിടെ അതിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഗെയിംസിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസ് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്കൊരു ഗ്ലാസ് അതേപോലെ ബോൾസ് ഒക്കെ വെച്ചിട്ടുള്ള ഓരോ ഗെയിംസും അതേപോലെ തന്നെ മ്യൂസിക് ചെയർ ഇതൊക്കെ ആയിരുന്നു കേട്ടോ നടത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാ ഗെയിംസും വളരെ രസകരമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിനുള്ള ട്രോഫീസും കാര്യങ്ങളൊക്കെ കൊടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ അടിപൊളിയായിട്ട് നമ്മുടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ മാത്സ് എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ത്രില്ലോണം 2K25 പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.